നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടി ഇന്ദു, ഞാൻ ഇറങ്ങണേ. നടക്കട്ടെ നടക്കട്ടെ. ഗോകുലേ, നീ എവിടെ പോവാ? അല്ല, മഹേഷ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ. അല്ല, ആന്റി ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഏയ്, അവൻ ഇന്ദുവിനെ കാണാൻ വരുന്നതാ. അത് ശരി. അല്ല, മഹേഷ് ഇവിടെ കാണാൻ വരുന്നതിന് ഞാനെന്തിനാ നടക്കുന്നത്? അല്ല, എന്താണ് പരിപാടികൾ? വാലന്റൈൻസ് ഡേ ആയിട്ട് വല്ല ഔട്ടിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ടോ രണ്ടാളും? ഏയ്, എനിക്കറിയില്ല. ആഹാ, ഇങ്ങോട്ട് വരുന്നോന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ഒന്നും അറിയാത്തൊരു പഞ്ചപാവം. ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്നെങ്കിൽ അറിയാലോ അല്ലേ? അറിയാം. അതേതായാലും നന്നായി. ഇപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടാൾക്കും പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കൂടി കണ്ടാൽ മതി ഞങ്ങൾക്ക്. അതിന് നീയും കൂടി കനിയണ്ടേ? നീ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രമേ മഹേഷിന്റെ ഇവളുടെയും കല്യാണം നടക്കുന്നുള്ള വാശിയിലല്ലേ നിന്റെ അനിയത്തി? വാശിയൊന്നുമല്ല, അതെന്റെ ആഗ്രഹം. ഏട്ടനത് സാധിച്ചു തരാന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. അനന്തമാഷ് കാണിച്ചിരുന്ന പെൺകുട്ടി ആരായാലും അവളെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കുക. ഓ, പക്ഷേ അച്ഛനും അമ്മയും പോയി സംസാരിച്ചിട്ടും മാഷിന്റെ വിവരമൊന്നുമില്ല. അല്ല, അച്ഛൻ വീണ്ടും മാഷിനെ വിളിച്ചിരുന്നു. നിന്റെ കല്യാണ കാര്യത്തില് നീയും കുറച്ച് താല്പര്യമൊക്കെ എടുക്കണം ഗോകുലേ. അല്ല, നിനക്ക് വേണമെങ്കിലും മാഷിനെ ഒന്ന് വിളിക്കാം. എങ്കിലേ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും കൂടി ചെയ്തു തരുമെന്ന് വിചാരിച്ച എങ്ങനെ ശരിയാവുക? ശരി, ഞാൻ പോണു. ഏട്ടാ, എന്താടേ? ഞാൻ ഏട്ടനോടൊരു കാര്യം ചോദിച്ചാ ഏട്ടാ സത്യം പറയോ? ആ, ചോദിക്കേ. ഏട്ടൻ പെണ്ണിനെ സെലക്ട് ചെയ്യാൻ അനന്തമാഷിനെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം വീണ്ടും മഞ്ചാടിയെ ഏട്ടൻ ആലോചിക്കുന്നുള്ള പ്രതീക്ഷയിലല്ലേ? ആണെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഏട്ടനുണ്ടെങ്കിൽ മഞ്ചാടി ഒന്ന് കാണാൻ ശ്രമിച്ചൂടെ? ഏട്ടാ, ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പോ ഏട്ടനൊന്ന് പോയി അവളെ വിഷ് ചെയ്യ്. അപ്പൊ നമുക്കറിയാലോ അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. നോക്കട്ടെ. അപ്പൊ ശരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോളെ. ആ അമ്മേ. ഇതാരും മഹേഷോ? ഹലോ, അച്ഛൻ ഭാവി മരുമകനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നോ? ഒന്ന് പോടാ. ഞാൻ വരുമ്പോ മഹേഷ് ഓട്ടോ കാത്ത് നിൽക്കുകയായിരുന്നു. കണ്ടപ്പോ ഒന്ന് വിളിച്ചു കയറ്റി, അത്രേ ഉള്ളൂ. ഉള്ളത് പറയാലോ. ഞാൻ അങ്കിളിനെ പ്രതീക്ഷ അവിടെ നിന്നത്. ഇന്ദുവിനെ വിളിച്ചപ്പോ അവള് പറഞ്ഞു അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കാന്ന്. ഓ, അതുകൊണ്ട് ഇവിടത്തേക്കുള്ള ഓട്ടോക്കൂലി ലാഭമായി. എന്റെ പൊന്നു മഹേഷ്, ഇനിയെങ്കിലും ലാഭം മാത്രം നോക്കി നടക്കാതെ സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ എടുക്കണം. ആ, ഒരു 2 വീലറെങ്കിലും എടുക്കണം. എടുത്താ കൊള്ളാം. ഇവളേതായാലും ഓട്ടോയിലും ബസ്സിലൊക്കെ കയറി നിന്റെ കൂടെ വരില്ല കേട്ടോ. ഞാൻ കാറിലെ യാത്ര ചെയ്യും. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. മോൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അങ്കിൾ എനിക്കൊരു കാർ സ്ത്രീധനമായിട്ട് തരും അല്ലേ അങ്കിളെ? ഞാനൊരു ജോക്ക് പറഞ്ഞ കേട്ടോ. എനിക്ക് സ്ത്രീധനൊന്നും വേണ്ട. പക്ഷെ എനിക്ക് വേണമല്ലോ. ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചിട്ടേ വരൂ. അത് മതി. ശരിയപ്പോ
അളിയാ ആ. എന്നാ ചെന്നേ വാലന്റൈൻസ് ഡേ ആഘോഷിക്കും. വന്നിട്ട് വേണം. ശരി അച്ഛാ. ആ ശരിടാ.